PSC പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. കോൺഫിഡൻസ് കുറവാണ് പലർക്കും മാർക്ക് കുറയാൻ പ്രധാന കാരണം. പക്ഷേ നല്ലൊരു കോൺഫിഡൻസ് വരുവാനും അതേപോലെ എപ്പോഴും പഠിക്കാൻ നല്ലൊരു എനർജി കിട്ടാനൊക്കെ നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം നോക്കാം. അതിൽ ആദ്യത്തേത്, ഞാൻ നന്നായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിന് നൽകുക. വെറുതെ ഉഴപ്പി നടന്നിട്ട് ഞാൻ നന്നായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഡെയിലി 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തു പോവുക. അതോടൊപ്പം നിങ്ങളുടെ മനസ്സിനടുത്ത് പറയുക, ഇത്രയും മണിക്കൂർ ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റും, അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടെന്ന് മനസ്സിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക. അടുത്തത്, നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നിങ്ങൾ തന്നെ വില നൽകുക. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു കർമ്മഫലം കിട്ടുന്നതാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഫലം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്ന ഒന്നും ഒരിക്കലും ഒരു രീതിയിലും പാഴാവില്ല. സോ ഇത് നന്നായിട്ട് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഹാർഡ് വർക്കാണ്, അതിനുള്ള ഒരു റിസൾട്ട് എനിക്ക് ഇന്നോ നാളെയോ കിട്ടുന്നതായിരിക്കും എന്നുകൂടി മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കുക. അടുത്തത് വേണ്ടത് ട്രസ്റ്റാണ്. അതായത് നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾ പഠിക്കുന്നത് നന്നായിട്ടാണ്, പഠിക്കുന്നതെല്ലാം പരീക്ഷയ്ക്ക് വരും, ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ ഓർമ്മ വരും. അങ്ങനെ നിങ്ങളുടെ മനസ്സിനുള്ളൊരു ട്രസ്റ്റ് കൊടുക്കുക. അതൊരിക്കലും നമുക്ക് ഇല്ലാത്ത കാര്യമായിരിക്കും അല്ലേ. പഠിക്കുമ്പോൾ ഇത് മറന്നു പോകുമോ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുമോ, ഇങ്ങനൊരു വിശ്വാസം ഇല്ലായ്മ നമ്മളെ ഫോളോ ചെയ്യാറുണ്ട്. തിരിച്ച് പറയുക, അതായത് ഇതെല്ലാം വരും, ഇതെല്ലാം നല്ലതാണ്, ഞാൻ പഠിക്കുന്ന രീതിയാണ് നല്ലതാണ് എന്നൊക്കെ ഒരു ട്രസ്റ്റ് നമ്മുടെ മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നതാണ്. അടുത്തത് വേണ്ടത് നമ്മുടെ കഴിവുകളിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ്. എന്തും പഠിക്കാൻ ഉള്ള ഒരു കേപ്പബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് എനിക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഇപ്പോൾ അത് മാത്സോ ഇംഗ്ലീഷോ എന്തായിക്കോട്ടെ, എനിക്കത് വിചാരിച്ചാൽ പഠിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പഠിച്ചതെല്ലാം മറന്നു പോകുമോ എന്ന് പേടിയുള്ളവരുണ്ടല്ലേ. അത് സ്വാഭാവികമാണ്. നമ്മൾ പഠിക്കുന്നതിൻ്റെ 80% പോലും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നിൽക്കാറില്ല. വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് അത് മനസ്സിൽ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിനധികം കോൺഫിഡൻസ് നൽകുക. ഞാൻ എന്ത് പഠിക്കുന്നു അതെല്ലാം എൻ്റെ മനസ്സിൽ ഏകദേശമൊക്കെ ഓർമ്മ നിൽക്കും എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അടുത്തത് വേണ്ടത്, എൻ്റെ മനസ്സിലെ പേടികളെ ഞാൻ പുറത്തേക്ക് തള്ളിയ ശേഷം എൻ്റെ മനസ്സിൽ കോൺഫിഡൻസിനെ ഞാൻ നട്ട് വളർത്തും. അതായത് പലപ്പോഴും നമുക്ക് പേടിയാണ്, പരീക്ഷ ടഫായിരിക്കുമോ, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ലിസ്റ്റിൽ വരാതിരിക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടാകും. ആ പേടിയെ ഞാൻ പുറത്ത് കളയും. അതിനുശേഷം ആ സ്പേസിൽ കോൺഫിഡൻസിനെ നിറയ്ക്കും. നമ്മുടെ മനസ്സ് നിറയെ കോൺഫിഡൻസ് ആണ് വേണ്ടത്. അതും ഓവർ കോൺഫിഡൻസ് അല്ല, മിതമായിട്ടുള്ള കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ചുരുക്കത്തിൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ കോൺഫിഡൻസ് ആണ്. എന്തും നേടാനുള്ള ഒരു കഴിവും ആ ഒരു ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരു PSCയും ഈസി ആയിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ.